ചലച്ചിത്ര പ്രേമികൾ കാത്തിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം ഇന്ത്യൻ 2-ന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്ന അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്നത്. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ നിന്ന് ചില വാക്കുകൾ നീക്കം ചെയ്യണം എന്ന നിർദ്ദേശം കൂടി സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തമിഴിലും ഇംഗ്ലീഷിലുമുള്ള 7 വാക്കുകളാണ് മാറ്റേണ്ടത്. മാത്രമല്ല, ശരീരം പ്രദർശിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ ബ്ലർ ചെയ്യണമെന്നുള്ള നിർദ്ദേശവും സെൻസർ ബോർഡ് നൽകിയിട്ടുണ്ട്. ചിത്രത്തിൽ ഡേർട്ടി ഇന്ത്യൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ വാക്ക് മാറ്റണം എന്നാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഒപ്പം കൈക്കൂലി മാർക്കറ്റ് കാണിക്കുന്നത് മാറ്റേണ്ടി വരും എന്നാണ് സൂചന. ഈ മാറ്റങ്ങളോട് കൂടിയാണ് ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഇന്ത്യൻ 2-ന്റെ ട്രെയിലർ വമ്പൻ പ്രതികരണവും ഒപ്പം ചില വിമർശനങ്ങളും നേരിട്ടിരുന്നു. ശങ്കർ സംവിധാനം ചെയ്യുന്ന മെഗാ ബിഗ് ബജറ്റ് ചിത്രത്തിലെ മാസീവ് ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ ഗംഭീര വിഷ്വൽ ട്രീറ്റാണ് ട്രെയിലറിലെത്തിയത്. മേക്കപ്പുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളും ഉയർന്നിരുന്നു. വിക്രത്തിന് ശേഷം കമൽഹാസന്റെ ഹെവി ആക്ഷൻ രംഗങ്ങളാണ് ഇന്ത്യൻ 2-ലും പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ഇന്ത്യനിലേതുപോലെയുള്ള ക്ലാസിക് ഫ്രെയിമുകൾക്ക് പകരം അല്പം കളർഫുൾ ചിത്രമായിട്ടാണ് രണ്ടാം ഭാഗം എന്ന സൂചനയാണ് ട്രെയിലർ നൽകിയിട്ടുള്ളത്. 1996-ൽ പുറത്തിറങ്ങിയ ഇന്ത്യന്റെ തുടർച്ചയായിട്ടാണ് ചിത്രം എത്തുന്നത്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഇന്ത്യനിൽ സ്വാതന്ത്ര്യസമര സേനാനിയായ സേനാപതിയെയാണ് കമൽഹാസൻ അവതരിപ്പിച്ചത്. രണ്ടാം ഭാഗത്തിൽ വമ്പൻ താരനിരയാണ് അണിനിരക്കാൻ പോകുന്നത്. ട്രെയിലറിലെ രംഗങ്ങളിൽ കമൽഹാസന്റെ കഥാപാത്രത്തോളം തന്നെ പ്രേക്ഷകരെ രസിപ്പിച്ചിട്ടുള്ളത് നടൻ SJ സൂര്യയുടെ രംഗങ്ങൾ കൂടിയാണ്. ഒപ്പം മലയാളികളിൽ നൊമ്പരമുണർത്തുന്ന ചില രംഗങ്ങളും ട്രെയിലറിലുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, അന്തരിച്ച മഹാനടൻ നെടുമുടി വേണുവാണ്. അദ്ദേഹത്തെ വീണ്ടും ഈ സിനിമയിലൂടെ വെള്ളിത്തിരയിൽ കാണാനുള്ള അവസരം കൂടിയാണ് പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാകും അദ്ദേഹത്തെ വീണ്ടും സ്ക്രീനിൽ കൊണ്ടുവരികയെന്ന പ്രഖ്യാപനം മുൻപ് തന്നെ അണിയറ പ്രവർത്തകർ നടത്തിയിരുന്നു. അന്തരിച്ച നടൻ വിവേകിനെയും ചിത്രത്തിൽ കാണാൻ സാധിക്കും. കാജൽ അഗർവാൾ, രാഹുൽ പ്രീത് സിംഗ്, ബോബി സിൻഹ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന താരങ്ങൾ. ഇന്ത്യൻ 2 ഫസ്റ്റ് ലുക്കിലൂടെ വയോധികനായ സേനാപതിയുടെ ചിത്രം പുറത്തുവിട്ടതോടെ ഒന്നാം ഭാഗം അവസാനിച്ച കാലത്തെ അതേ കഥയാണ് പറയുന്നത് എന്ന അഭ്യൂഹങ്ങൾ നേരത്തെ വന്നിരുന്നു. എന്നാൽ ഇന്ത്യൻ 2 സീക്വൽ അല്ലെന്നും പ്രീക്വൽ ആണെന്നും അണിയറ പ്രവർത്തകർ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സേനാപതിയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ഉൾപ്പെടെ ചിത്രത്തിൽ ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലുണ്ട്. 2023 ദീപാവലിക്ക് റിലീസ് പ്ലാൻ ചെയ്ത ചിത്രമായിരുന്നു ഇന്ത്യൻ 2. എന്നാൽ പിന്നീട് ഷൂട്ടിംഗ് നീണ്ടുപോവുകയായിരുന്നു. ഷൂട്ടിംഗും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും പരിഗണിച്ച് ചിത്രം 2024 പൊങ്കൽ റിലീസായി എത്തുമെന്നാണ് പിന്നീട് അറിയിച്ചിരുന്നത്. തായ്വാനിലെ തായ്പേയിൽ 8 ദിവസത്തെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ പൂർത്തിയാക്കി. ആക്ഷൻ സീക്വൻസുകൾ ദക്ഷിണാഫ്രിക്കയിലാണ് ഷൂട്ട് ചെയ്തത്. 1 മാസത്തെ ഷൂട്ടിംഗ് ആണ് ദക്ഷിണാഫ്രിക്കയിൽ ചെയ്തത്. ഇതിൽ 15 ദിവസം ആക്ഷൻ രംഗങ്ങളുടെ ചിത്രീകരണമാണ് നടന്നത്. തായ്വാനിൽ ചിത്രീകരിച്ചത് ട്രെയിനിൽ വെച്ചുള്ള ആക്ഷൻ രംഗങ്ങളാണ്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനും റെഡ് ജെയിൻ മൂവീസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം ശ്രീഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീഗോകുലം മൂവീസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത്. ജൂലൈ 12-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ഇന്ത്യൻ രണ്ടാം ഭാഗത്തിന് ശേഷം മണിരത്നത്തിനൊപ്പമുള്ള തഗ് ലൈഫ് എന്ന സിനിമയാണ് കമൽഹാസന്റേതായി തയ്യാറാകുന്നത്. പൊന്നിയിൻ സെൽവന് ശേഷം മണിരത്നം ഒരുക്കുന്ന ചിത്രത്തിലൂടെ 33 വർഷത്തിന് ശേഷം ഹിറ്റ് കൂട്ടുകെട്ട് ആവർത്തിക്കുകയാണ്. 1987-ൽ പുറത്തിറങ്ങിയ നായകനിലാണ് മണിരത്നവും കമൽഹാസനും ഒന്നിക്കുന്നത്. വീണ്ടും ഹിറ്റ് കോംബോ ഈ ചിത്രത്തിലൂടെ എത്തുകയാണ്. ഇന്ത്യന്റെ 3-ാം ഭാഗവും അണിയറയിൽ ഒരുങ്ങിയേക്കും.